താലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ഇന്ന് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എംഡിയും കാൻഫെഡ് തൃശൂർ ജില്ലാ ചെയർമാനുമായ ശ്രീ മനോജ് കടമ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ ജഡ്ജ് ശ്രീമതി ആർ മിനി ഉദ്ഘാടനം ചെയ്തു. താലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ശ്രീമതി ബിന്ദു VS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം വിജിത വിനയകുമാർ, അഡ്വക്കേറ്റ് TS മായദാസ്, പാരലീഗൽ വളണ്ടിയറും മാധ്യമപ്രവർത്തകനുമായ സുമേഷ് അരയംപറമ്പിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. താലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി പാനൽ അഡ്വക്കേറ്റ് ശ്രീമതി VM സൗമ്യ സെമിനാർ നയിച്ചു. പാരലീഗൽ വളണ്ടിയർ ശ്രീമതി സരള ബാലൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. പാരലീഗൽ വളണ്ടിയർമാരായ ശ്രീമതി ഷീല ജയൻ, ശ്രീമതി സജിത ജോൺസൺ, ശ്രീമതി ഷാനി, ശ്രീ അബ്രാഹം KP എന്നിവരെ കൂടാതെ ശ്രീകൃഷ്ണയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സെമിനാറിൽ പങ്കെടുത്തു. ഒരു ആളുകൾ എന്ന് പറയുന്നത് ലീഗൽ സർവീസസ് കമ്മിറ്റി താലപ്പള്ളി താലൂക്കാണ്. നിങ്ങൾ ഈ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പല സന്ദർഭങ്ങളിലും പല പരിപാടികളിലും പങ്കെടുക്കുന്ന സമയത്ത് ചോദിക്കുമ്പോൾ വലിയ ആളുകളിൽ നിന്ന് തന്നെ ഒന്നോ രണ്ടോ ആളുകളാണ് ഈ സംവിധാനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളതെന്ന് പറയാൻ ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഈ സംവിധാനത്തെക്കുറിച്ച് ചുരുക്കി വാക്കുകളിൽ പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിന് അനുസൃതമായി നമ്മുടെ രാജ്യത്ത് 100-ലധികം നിയമങ്ങളും ഉണ്ട്. നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾക്കും എതിരായിട്ട് ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കില്ല. അങ്ങനെ എന്തെങ്കിലും നിയമങ്ങളിലെ ഒരു ചെറിയ ഒരു പോർഷൻ പോലും, ഒരു സെക്ഷനിലെ എന്തെങ്കിലും ഒരു ഭാഗം പോലും നിലനിൽക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കാവൽക്കാർ എന്ന് പറയുന്ന നമ്മുടെ നിയമത്തിനെല്ലാം കാവൽക്കാരനായ നമ്മുടെ ഓണറബിൾ സുപ്രീം കോർട്ട് അതിലിടപെട്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ കേട്ടിരിക്കും.